ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ തൃക്കാക്കര ടെമ്പിളിനോടടുത്തായി ഒരു പ്രൈം ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂമിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം കൂടാതെ സ്റ്റഡി റൂം, യൂട്ടിലിറ്റി ഏരിയ എന്നിങ്ങനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. തൃക്കാക്കര ഭാഗത്തെ ഏറ്റവും പ്രൈം സെൻറ്ററിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്ററാണുള്ളത്. കൂടാതെ ഇടപ്പള്ളി ലുലു മാളിലേക്ക് 4.5 കിലോമീറ്ററും തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരമാണുള്ളത്. അത്യാവശ്യം വീതിയിലുള്ള ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച വഴി വീടിന് മുന്നിലായി നമുക്ക് കാണാം. മനോഹരമായൊരു ചുറ്റുമതിലും വളരെ വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയാണ്. വലിയൊരു SUV കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു കാർ കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിൻ്റെ മുന്നിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. 2-3 പേർക്കൊക്കെ ചേറിട്ടിരിക്കാവുന്നത്ര വലിപ്പത്തിലാണ് ഇവിടെ ഗ്രാനൈറ്റിൽ തീർന്നൊരു സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ച 2 പാളികളുള്ള മനോഹരമായൊരു മെയിൻ ഡോറും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വലിയൊരു കോർണർ സെറ്റ് സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഇവിടെ ഗസ്റ്റ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. സിമെന്റ് ടെക്സ്ചർ ഡിസൈനൊക്കെ ബാക്ക്ഗ്രൗണ്ടായി നൽകി വളരെ മനോഹരമാക്കി തന്നെയാണ് ഇവിടെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. 8-10 പേർക്കൊക്കെ ഇരിക്കാവുന്നത്ര വലിയൊരു ഡൈനിങ് ടേബിൾ നമുക്കിവിടെ സുഖമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിനായിട്ടുള്ള വളരെ വലിയൊരു ഷെൽഫ് തന്നെ നൽകിയിട്ടുണ്ട്. അതിന് ബാക്ക്ഗ്രൗണ്ടായി വളരെ മനോഹരമായൊരു ടെക്സ്ചർ വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ക്രോക്കറി യൂണിറ്റിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സൊമാനി ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ ഇവിടെ നൽകിയിരിക്കുന്നതായി നമുക്ക് കാണാം. അടുത്തതായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ കിച്ചണിലേക്കാണ്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വാം കളറിലുള്ള 2 ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ ഇവിടെ നൽകിയിരിക്കുന്നതായി നമുക്ക് കാണാം. മുഴുവനായി ഒരു ഗ്രേ കളറാണ് ഇവിടെ കിച്ചൺ കബോർഡ് നൽകിയിരിക്കുന്നത്. നാനോ വൈറ്റ് ടൈലുകൾ കിച്ചൺ ടോപ്പായി യൂസ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർക്കായി ബിൽഡർ ഇവിടെ ഒരു ഇൻബിൽഡ് ചിമ്മിണിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും വാസ്തുപരമായി തന്നെയാണ് ഈ അടുക്കള നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിനി കടന്നു വരുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 12 അടിയിൽ കൂടുതലുള്ള വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗ്രൗണ്ട് മുതൽ സീലിംഗ് വരെ മുട്ടിച്ചുകൊണ്ടുള്ള വളരെ വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. യാതൊരുവിധ സീലിംഗ് വർക്ക് നൽകാതെ പ്ലെയിൻ ആക്കി തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 1ാമത്തെ ബെഡ്റൂമായി കമ്പയർ ചെയ്താൽ അല്പം ചെറിയൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കിഡ്സ് റൂമായി തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ചെറിയ കബോർഡ് വർക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. GI ട്യൂബിൽ ടഫൻ ഗ്ലാസും വുഡൻ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റ് ആണ് സ്റ്റെയറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ചെറിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ലൊരു ടെക്സ്ചർ ഡിസൈൻ വർക്കൊക്കെ സ്റ്റെയർ വെയിലേക്ക് വരുന്ന ഭിത്തിയിലായി കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്കിനി ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് കടന്നു ചെല്ലാം. ഓപ്പൺ ടൈപ്പ് ആയിട്ടാണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ വേ ഒക്കെ വാർത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കടുത്തതായി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 12 അടിയോളം നീളത്തിലുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. വലിയൊരു മിററൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു കബോർഡ് വർക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് ഇവിടെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇനി നമുക്ക് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. മുന്നേ കണ്ട ബെഡ്റൂം പോലെ തന്നെ വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്.
ചെറിയൊരു കബോർഡ് വർക്കൊക്കെ ഇവിടെയും നൽകിയിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. നമുക്കിനി വീട്ടിലെ സ്റ്റഡി റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്തതൊഴിച്ചാൽ വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാക്കി ഇതും യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റഡി ടേബിളും ബുക്ക് ഷെൽഫൊക്കെ കൊടുത്ത് ഇവിടെയും ചെറിയൊരു കബോർഡ് വർക്ക് നമുക്ക് കാണാം. സ്റ്റഡി ഏരിയയിൽ നിന്നാണ് ഈ വീട്ടിലെ ബാൽക്കണിയിലേക്ക് പോകാനുള്ള എൻട്രൻസ് വരുന്നത്. മുഴുവനായി ഒരു ഓപ്പൺ ടൈപ്പ് ആക്കി തന്നെയാണ് ഇവിടെയും ബാൽക്കണി ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റിൽ തന്നെയാണ് ഇവിടെ ബാൽക്കണി ചെയ്തിരിക്കുന്നത്. വളരെ നീളമേറിയൊരു ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഈ മനോഹരമായ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ വിലയൊന്ന് നോക്കാം. 4.25 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി കൂടാതെ സ്റ്റഡി ഏരിയയും വരുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,45 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഈ വില ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.